ഹലോ എവരിവൺ. അപ്പം എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയുടെ 2019 സ്കീമിലെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയുടെ മൊഡ്യൂൾ 1 ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണ്, ഇലക്ട്രോലിറ്റിക് സെൽ എന്താണ്, അതിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെയാണ് വിത്ത് ഡയഗ്രാം പഠിച്ചത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇലക്ട്രോ കെമിക്കൽ സെല്ലിനൊരു എക്സാമ്പിളുണ്ട്, ഡാനിയൽ സെല്ല്. അപ്പം ആ ഡാനിയൽ സെല്ലിൻ്റെ നെറ്റ് റിയാക്ഷൻ എന്തുവാണ്, അതിൻ്റെ ആനോഡിക് റിയാക്ഷൻ, കാഥോഡിക് റിയാക്ഷൻ, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, പിന്നെ അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന സോൾട്ട് ബ്രിഡ്ജ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ്ട് ഡാനിയൽ സെല്ല്, ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ എക്സാമ്പിളാണ് ഡാനിയൽ സെല്ല്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലെന്ന് പറയുന്നത് 2 ഹാഫ് സെല്ല് ചേർന്നിട്ടുള്ളതാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല്. ഇലക്ട്രോലിറ്റിക് ആകുമ്പം ഒരു ഹാഫ് സെല്ലിലാണ് 2 ഇലക്ട്രോഡും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 ഹാഫ് സെല്ലിലാണ് 2 ഇലക്ട്രോഡ് സെപ്പറേറ്റ് ബീക്കേഴ്സിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഒരു ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, അടുത്ത ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിങ്ക് ഇലക്ട്രോഡും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോപ്പർ ഇലക്ട്രോഡും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ സൊല്യൂഷനിൽ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സോൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രോഡിനെ തമ്മിൽ എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന ഒരു വോൾട്ട് മീറ്ററും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഈ വോൾട്ട് മീറ്റർ വെച്ചിരിക്കുന്നത് കറണ്ടിനെ നമുക്ക് അകത്തേക്ക് കൊടുക്കാനാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്, ഇലക്ട്രിക്കൽ എനർജിയാണ് കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞിരുന്നു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എപ്പോഴും ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവും ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് വരാവുന്നത്, ഇവിടെ എന്തുകൊണ്ടാണ് ആനോഡിൽ സിങ്ക് ഇലക്ട്രോഡും കാഥോഡിൽ കോപ്പർ ഇലക്ട്രോഡും എടുത്തേക്കുന്നതെന്ന്. അതപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ ഇലക്ട്രോഡിനെ വെച്ച് നോക്കുമ്പം സിങ്ക് ഇലക്ട്രോഡിനായിരിക്കും ഓക്സിഡേഷൻ കൂടുതൽ. അപ്പം നമുക്കറിയാം ആനോഡിലായിരിക്കുമല്ലോ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്നത്. അപ്പം കാഥോഡിനെ വെച്ച് നോക്കുമ്പം കോപ്പറിനെ വെച്ച് നോക്കുമ്പം സിങ്കിനാണ് ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ കപ്പാസിറ്റി ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആനോഡിൽ സിങ്ക് ഇലക്ട്രോഡിനെയും കാഥോഡിൽ കോപ്പർ ഇലക്ട്രോഡിനെയും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് ആനോഡിക് ഹാഫ് സെല്ല്, ഇത് കാഥോഡിക് ഹാഫ് സെല്ല്. അപ്പോൾ ഇവിടുത്തെ സെൽ റിയാക്ഷൻ നോക്കാം. ഇവിടുത്തെ സെൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനകത്തിൽ സിങ്ക് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്കറിയാം ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുന്നത്. ഈ സിങ്ക് ഇലക്ട്രോഡിലെ സിങ്ക് ആറ്റം 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. ഓക്സിഡേഷൻ മീൻസ് കൊടുക്കുക, അതായത് സിങ്ക് ഗീവ്സ് 2 ഇലക്ട്രോൺ, അങ്ങനെ അത് സിങ്ക് 2+ അയോൺ ആയിട്ട് മാറുന്നു. അത് ഈ സൊല്യൂഷനിലായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആ ഡെപ്പോസിറ്റ് ചെയ്തത് ഈ ഇലക്ട്രോഡ് വഴി നമ്മുടെ കാഥോഡിലേക്ക് പോകുന്നു. അപ്പം കാഥോഡ് ആ 2 ഇലക്ട്രോഡിനെ വാങ്ങുന്നു. ഇപ്പം എന്തുവാ വാങ്ങുന്നതിന് പറയുന്നത്, എന്തുവാ, റിഡക്ഷൻ എന്നാണ്. അപ്പോൾ കാഥോഡിൽ എന്തുവാ നടക്കുന്നത്, റിഡക്ഷൻ അല്ലേ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ എന്തുവാ ഈ കാഥോഡിക് ഹാഫ് സെല്ലിലുള്ള Cu2+ അയോൺസ്, കോപ്പർ അയോൺസ് ആ 2 ഇലക്ട്രോഡിനെ വാങ്ങുന്നു. ഏത് 2 ഇലക്ട്രോഡാ, ഇവിടുത്തെ സിങ്കാറ്റം റിലീസ് ചെയ്ത 2 ഇലക്ട്രോൺ ഇല്ലേ, ആ ഇലക്ട്രോണിനെയാണ് വാങ്ങുന്നത്. അങ്ങനെ ഇവിടെയുള്ള കോപ്പർ അയോൺസ് ഈ 2 ഇലക്ട്രോണിനെ വാങ്ങി Cu ആയിട്ട് മാറുന്നു, അതായത് കോപ്പർ ആറ്റമായിട്ട് മാറുന്നു. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക് ഇലക്ട്രോഡിലുള്ള സിങ്ക് ആറ്റം 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. അതായത് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. ഓക്സിഡേഷൻ മീൻസ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുക. അങ്ങനെ ഇവിടുത്തെ സിങ്ക് ആറ്റം 2 ഇലക്ട്രോണിനെ കൊടുക്കുന്നു, അതായത് Zn ഗീവ്സ് 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോണിനെ കൊടുക്കുന്നു. അങ്ങനെ 2 ഇലക്ട്രോഡിനെ കൊടുത്ത് Zn2+ സിങ്ക് അയോൺസ് ആയിട്ട് മാറുന്നു. അതിവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇത് ഇലക്ട്രോഡ് വഴി നമ്മുടെ കോപ്പറിലേക്ക് എത്തുന്നു. ഈ സിങ്ക് ആറ്റം ഡൊണേറ്റ് ചെയ്ത ഇലക്ട്രോൺ ഇവിടെ എത്തുന്നു. അപ്പോൾ എന്താ, ഈ കാഥോഡിക് ഹാഫ് സെല്ലിലുള്ള കോപ്പർ അയോൺസ് Cu2++, അതെന്താ ഈ 2 ഇലക്ട്രോണിനെ വാങ്ങുന്നു. ഇവിടെ കൊടുത്ത ഈ 2 ഇലക്ട്രോണിനെ ഇവിടെ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവർ വാങ്ങുന്നു.
അങ്ങനെയാണത് കോപ്പർ ആറ്റമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായോ? ഇനി ഇവിടുത്തെ നെറ്റ് റിയാക്ഷൻ ഒന്നുമില്ല. ഇവിടുത്തെ റൈറ്റ് സൈഡിലുള്ളതെല്ലാം ആഡ് ചെയ്യണം, ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം ആഡ് ചെയ്യണം. ഇവിടെ റൈറ്റ് സൈഡിൽ എന്തുവാ, സിങ്ക് അല്ലേ ഉള്ളൂ, Zn പ്ലസ്. ഇവിടുത്തെ റൈറ്റ് സൈഡിൽ എന്തുവാ, Cu2++ഉം ഉണ്ട്, 2 ഇലക്ട്രോൺ മൈനസും ഉണ്ട്, അതായത് Zn പ്ലസ് Cu2++ 2 ഇലക്ട്രോൺ. പിന്നെ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലെയും ഒന്നിച്ച് എഴുതണം. എന്നിട്ട് നമ്മുടെ ഈ 2 ഇലക്ട്രോൺ ഈ രണ്ട് സൈഡിലും 2 ഇലക്ട്രോണല്ലേ കോമൺ ആയിട്ടുള്ളത്, അതിനെ ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് എടുത്തെഴുതി Zn പ്ലസ് Cu2+ ഗീവ്സ് Zn2++ Cu. ഇതാണ് നമ്മുടെ നെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനിയും ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും റൈറ്റ് സൈഡിൽ ആനോഡായിരിക്കും. പിന്നെ ഈ കാണിച്ചിരിക്കുന്നതാണ് സോൾട്ട് ബ്രിഡ്ജ്. പിന്നെ റൈറ്റ് സൈഡിൽ എപ്പോഴും ക്യാഥോഡായിരിക്കും. ഈ സോൾട്ട് ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആനോഡിൻ്റെ അയോണിക് സ്പീഷ്യസും റൈറ്റ് സൈഡിൽ കാഥോഡിൻ്റെ അയോണിക് സ്പീഷ്യസുമാണ് എഴുതേണ്ടത്. നമ്മുടെ ആനോഡ് ഇവിടുത്തെ എന്തുവാ, സിങ്ക് അല്ലേ ആനോഡ്. സോൾട്ട് ബ്രിഡ്ജ് വരച്ചു, കോപ്പർ കാഥോഡ്. അപ്പോൾ എന്താ, നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് നടുക്കൊണ്ട് ഇവിടുത്തെ സിങ്ക് എന്ന് പറയുന്നതാണ് ആനോഡ്, ഇവിടുത്തെ കോപ്പർ എന്ന് പറയുന്നതാണ് കാഥോഡ്. പിന്നെ ഈ വന്നേക്കുന്നത് എന്തുവാ, നമ്മുടെ ആനോഡിൻ്റെ അയോണിക് സ്പീഷ്യസ്, അതായത് ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ആകുമ്പം അതിൻ്റെ അയോണിക് സ്പീഷ്യസ് സിങ്ക് അയോൺസ് അല്ലേ, Zn2+ അല്ലേ. അപ്പോൾ എന്തോ സിങ്ക് ഒരു സ്ലാഷ് ഇട്ടിട്ട് അതിൻ്റെ അയോൺസ് സോൾട്ട് ബ്രിഡ്ജ്, കോപ്പർ അയോൺസ് സ്ലാഷ് ഇട്ടിട്ട് കോപ്പർ. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ എക്സാമ്പിളായിട്ടുള്ള ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനകത്ത് സിങ്ക് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്ത് കോപ്പർ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെ ഇൻറ്റേർണലി കണക്ട് ചെയ്യുന്ന ഒരു സോൾട്ട് ബ്രിഡ്ജ്, എക്സ്റ്റേർണലി കണക്ട് ചെയ്യുന്ന ഒരു വോൾട്ട് മീറ്റർ. അപ്പം വോൾട്ട് മീറ്റർ വെച്ചിരിക്കുന്ന നമ്മുടെ ഇലക്ട്രിസിറ്റിയെ അകത്തോട്ട് കൊടുക്കുമ്പം അവിടുത്തെ സെൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. ഇതെന്താണ്, ആനോഡിക് ഹാഫ് സെല്ലും കാഥോഡിക് ഹാഫ് സെല്ലും ആണ്. ആനോഡ് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും ഡാനിയൽ സെല്ലിലെ, കാഥോഡ് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. നമ്മുടെ ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്നത് കൊണ്ട് സിങ്ക് ആറ്റം 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. കാഥോഡിക് സെല്ലിൽ അല്ലെങ്കിൽ കാഥോഡിക് ഹാഫ് സെല്ലിൽ എപ്പോഴും റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നത് കൊണ്ട് അവർ 2 ഇലക്ട്രോണിനെ വാങ്ങുന്നു. ഒരു സെല്ലിൽ തന്നെ കാഥോഡിക് റിയാക്ഷനും ആനോഡിക് റിയാക്ഷനും ഒരുപോലെ നടക്കുന്നത് കൊണ്ട് ഇതിനെ പറയുന്നതാണ് റിഡോക്സ് റിയാക്ഷൻ. അപ്പം റിഡോക്സ് റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാലും ഇത് തന്നെ എഴുതിയാൽ മതി. ആനോഡിക് റിയാക്ഷൻ്റെയും കാഥോഡിക് റിയാക്ഷൻ്റെയും കൂടെ സം എഴുതുക, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ കാണിക്കുക. പിന്നെ നമുക്കുള്ളതാണ് സോൾട്ട് ബ്രിഡ്ജ്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പ് നമ്മൾ ഈ ഇൻറ്റേർണലി ഈ സൊല്യൂഷനെ തമ്മിൽ കണക്ട് ചെയ്യുന്നെന്ന്. അതിൻ്റെ ഫങ്ഷൻ എന്തോന്ന് നോക്കാം. സോൾട്ട് ബ്രിഡ്ജ് എന്താണ്, ഒരു യു ട്യൂബാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ളൊരു യു ട്യൂബാണ്. ടു കണക്ട് ദ സർക്യൂട്ട് ഇൻറ്റേർണലി. നോക്കിക്കേ, ഈ സർക്യൂട്ടിനെ ഇൻറ്റേർണലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനെ എക്സ്റ്റേർണലി എങ്ങനെയാണ് ഇലക്ട്രോഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, വോൾട്ട് മീറ്ററാണ്. അപ്പോൾ ഇൻറ്റേർണലി കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സോൾട്ട് ബ്രിഡ്ജ്. പിന്നെ അടുത്ത പോയിന്റ്, ടു പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ഓഫ് സർക്യൂട്ട്. അത് തന്നെയാണ് ടു കണക്ട് ദ സർക്യൂട്ട് ഇൻറ്റേർണലി എന്നും പറയുന്നത്. ദിസ് ഇൻറ്റേർണൽ കണക്ഷൻ അലൗ ദ ഫ്ലോ ഓഫ് അയോൺസ്. നോക്കിക്കേ, ഇവിടെ എങ്ങനെയാണ് ഇലക്ട്രോൺസിന്, നമുക്ക് ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള കണക്ഷൻ, വോൾട്ട് മീറ്റർ വെച്ചിട്ടുള്ള ഈ കണക്ഷൻ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കാനായിട്ട് സഹായിക്കുന്നെങ്കിൽ ഈ ഇൻറ്റേർണൽ കണക്ഷനായ സോൾട്ട് ബ്രിഡ്ജ് അയോൺസിനെ മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അടുത്തത് നോക്കിയാൽ, ഇറ്റ് പ്രിവെൻറ്റ് ഡിഫ്യൂഷൻ ഓഫ് അയോൺസ് ഫ്രം വൺ ഹാഫ് സെൽ ടു അനദർ. അതായത് ഒരു ഹാഫ് സെല്ലിൽ നിന്ന് മറ്റൊരു ഹാഫ് സെല്ലിലേക്ക് അയോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിഫ്യൂഷനെ തടയാൻ വേണ്ടിയിട്ടും സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഫങ്ഷനാണ്. 3 മാർക്കിന് ചോദിക്കും, വാട്ട് ആർ ദ ഫങ്ഷൻ ഓഫ് സോൾട്ട് ബ്രിഡ്ജ്, അല്ലെങ്കിൽ സോൾട്ട് ബ്രിഡ്ജ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 2, ഇറ്റ് മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. അത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ ഇൻവേർട്ടഡ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു യൂട്യൂബാണെന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്തിൽ നമ്മൾ ഒരു സൊല്യൂഷനുണ്ട്. ഇതിൻ്റെ അകത്ത് മെയിൻലി KCl അല്ലെങ്കിൽ NH4NO3 സൊല്യൂഷനായിരിക്കും ഈ യൂട്യൂബിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്തുള്ള, ഇപ്പോൾ KCl ആണെങ്കിൽ K+ഉം Cl- ആയിട്ട് ആക്ട് ചെയ്യുമ്പം അതിൻ്റെ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഈ അയോൺസ് തമ്മിൽ
മിക്സ് ചെയ്യാതെ സഹായിക്കും. അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ എക്സാമ്പിളായിട്ടുള്ള ഡാനിയൽ സെല്ലും പിന്നെ അതുപോലെ തന്നെ സോൾട്ട് ബ്രിഡ്ജും അതിൻ്റെ ഫങ്ഷനും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കണം. 3 മാർക്കിന് സോൾട്ട് ബ്രിഡ്ജ് എന്തുവാ, അതിൻ്റെ ഫങ്ഷൻ എന്തുവാന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനൊരു എക്സാമ്പിൾ, അല്ലെങ്കിൽ ഡാനിയൽ സെൽ റെപ്രസെൻറ്റേഷനും അതിൻ്റെ സെൽ റിയാക്ഷൻസും ആയിരിക്കും ചോദിക്കുന്നത്.